സ്മാർട്ട് സിറ്റിയിൽ സർക്കാരിന് വീഴ്ച. സ്മാർട്ട് സിറ്റി എന്ന് പൂർത്തിയാക്കണമെന്ന സമയം നിശ്ചയിച്ചിട്ടില്ല. 2007 ഒപ്പിട്ട പദ്ധതിക്ക് 2022 പൂർത്തിയാക്കേണ്ട തീയതി നിശ്ചയിച്ചിട്ടില്ല. പദ്ധതിയുടെ ഒരു ഘട്ടത്തിലും സർക്കാർ മേൽനോട്ടം ഉണ്ടായിട്ടില്ല. ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, സ്മാർട്ട് സിറ്റി എന്ന് പറയുന്ന വലിയ ഒരു പദ്ധതിയുമായി വരുന്നു. എന്നാൽ ഈ പദ്ധതിയിൽ ഇതുവരെ 2007 ഒപ്പിട്ട പദ്ധതി എന്തുകൊണ്ടാണ് ഇത്രയും കാലമായിട്ടും ഈ ഒരു വിഷയത്തിൽ തീയതി നിശ്ചയിക്കാൻ സാധിക്കാത്തത്? ഇതിന് പിന്നിലുണ്ടായ പാളിച്ച എന്തൊക്കെയാണ്? ദേവിക, ഇതിൽ പ്രധാനമായും സർക്കാരിന്റെ ഒരു താല്പര്യം തന്നെയാണ്. അതായത് ടീകോമിന് അനുകൂലമായി തന്നെ കരാറിനെ അടക്കം പൊളിച്ചെഴുതുക അല്ലെങ്കിൽ ആ രീതിയിലേക്ക് മാറ്റുക എന്നതിന്റെ ഒരു സർക്കാർ താല്പര്യവും തന്നെയാണ് വ്യക്തമാവുന്നത് ഈ വിവരാവകാശ രേഖയിൽ. അത് മാത്രമല്ല, സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വലിയ വീഴ്ച കൂടി. സ്വാഭാവികമായും ഏത് പദ്ധതിയിലും കരാറുകൾ ഒപ്പിടുമ്പോൾ സാധാരണ നിലയിൽ അത് പൂർത്തിയാക്കേണ്ട ഒരു തീയതി നിശ്ചയിക്കും. ആ തീയതിക്കുള്ളിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നഷ്ടപരിഹാരം ആരാണോ ഇത്തരം ഒരു പദ്ധതിയുടെ ഭാഗമായി മറ്റൊരു കമ്പനിയെ ഏൽപ്പിക്കുന്നത്, ആ കമ്പനി അത് ഏൽപ്പിച്ച സ്ഥാപനത്തിന് നഷ്ടപരിഹാരം നൽകുക എന്നത് ഒരു വ്യവസ്ഥ സാധാരണ നിലയിൽ ഉൾപ്പെടുത്താറുള്ള വ്യവസ്ഥയാണ്. എന്നാൽ ഇവിടെ സർക്കാരാണ് ഇത്തരത്തിൽ ടീകോമിനെ ക്ഷണിച്ചുകൊണ്ട് വന്നത്, ടീകോമിനെ സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് അവിടെ അനുമതി നൽകുന്നത്, കരാറുകൾ ഒപ്പിടുന്നത്. എന്നാൽ ഒരു ഘട്ടത്തിലും സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിശ്ചിത സമയം എന്ന് പൂർത്തിയാക്കണം എന്നത് സംബന്ധിച്ച ഒരു വ്യവസ്ഥയും ഇതിൽ ഉൾപ്പെടുത്താൻ സർക്കാർ തയ്യാറായില്ല. കാരണം കൃത്യമായി തന്നെ ടീകോം അത് നീട്ടിക്കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നീട്ടിക്കൊണ്ടുപോകട്ടെ, ടീകോമിന് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ അത് നടപ്പാകട്ടെ എന്ന രീതിയിലേക്ക് തന്നെയാണ് സർക്കാർ ഇക്കാര്യത്തിൽ പോയിട്ടുള്ളത് എന്നാണ് ഈ ഘട്ടത്തിൽ വ്യക്തമാവുക. കാരണം 2007 ഈ പദ്ധതിക്ക് കരാർ ഒപ്പിടുന്നത്. 2022 പോലും അതിന്റെ പൂർത്തീകരിക്കാനുള്ള ഒരു തീയതി നിശ്ചയിച്ചില്ല എന്ന് പറയുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം പോലും, അതായത് ഒരു നിശ്ചിത കാലപരിധിക്ക് അപ്പുറവും സമയപരിധി നൽകിക്കൊണ്ട് അത് പൂർത്തീകരിക്കണമെന്ന് ആവശ്യപ്പെടാൻ ഒരു ഘട്ടത്തിലും സർക്കാർ തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. പ്രത്യേകിച്ച് തീയതി നിശ്ചയിച്ചിട്ടില്ലെന്ന് സർക്കാർ ഇവിടെ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സർക്കാർ ടീകോമിനെ സഹായിക്കുന്ന, ഒപ്പം തന്നെ അതിന്റെ മാതൃ കമ്പനിയായ ദുബായ് പോർട്ട് തന്നെ സഹായിക്കുന്ന കൃത്യമായി തന്നെയുള്ള നിലപാടുകൾ ഇക്കാര്യത്തിൽ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ദുബായ് ഹോൾഡിംഗ്സിന്റെ കാര്യത്തിലാണെങ്കിലും ഒപ്പം തന്നെ ടീകോം ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യത്തിലാണെങ്കിലും സർക്കാർ ഒരു ഒളിച്ചുകളി ഇക്കാര്യത്തിൽ നടത്തി എന്ന് വ്യക്തമാകുന്ന വിവരാവകാശ രേഖയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്തിരിക്കുന്നത്. കാരണം ഈ പദ്ധതിയിൽ പറഞ്ഞിരിക്കുന്ന നിശ്ചിത ബിൽഡിംഗ് ഏരിയ പണിയാൻ ടീകോമിനെ സാധിച്ചിട്ടില്ല. 90,000 തൊഴിലവസരങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്നു. ആ 90,000 തൊഴിലവസരങ്ങൾ പോയിട്ട് അതിൽ ഒരു 7,000 തൊഴിലവസരങ്ങൾ പോലും നൽകാൻ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ടീകോമിനെ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ പൂർണ്ണമായും തന്നെ കരാർ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് ടീകോം മുന്നോട്ട് പോകുമ്പോഴാണ് പൂർത്തീകരണ തീയതി പോലും നിശ്ചയിച്ചില്ല എന്ന് ഈ ഘട്ടത്തിൽ വ്യക്തമാകുന്നത്. ഓക്കെ.